നമസ്കാരം സർ. ഗുജറാത്ത് കലാപം ഇന്ന് വലിയൊരു ചർച്ചയാണ്. എന്താണ് ഇതിന് കാരണം? അമിത് ഷാക്ക് ഇതിൽ പങ്കുണ്ടോ? വലിയ സംശയമാണ് കേരളവും ഇന്ത്യയും മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സാറിൻ്റെ വിലയിരുത്തൽ? 2002 ഗുജറാത്തില് ഒരു വലിയ കലാപം ഉണ്ടാകുന്നത്. അത് ഗോധ്രയിലെ ട്രെയിൻ കത്തിക്കലിന് ശേഷം പിന്നീട് നടന്ന കലാപത്തിൽ 1000-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് നമ്മൾ വാർത്തകൾ പത്രങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 23 കൊല്ലത്തിന് ശേഷം വീണ്ടും ഗുജറാത്ത് കലാപം വാർത്തകളിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഈ എമ്പുരാൻ എന്ന ഒരു സിനിമ റിലീസിന് ശേഷമാണ് അത് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്. പലപ്പോഴും ഇങ്ങനെ ഒരു വ്യാഖ്യാനം, നാററ്റീവ്സ് നമുക്ക് സമൂഹത്തിൽ കേൾക്കാം. അമിത് ഷാ ആണ് ഗുജറാത്ത് കലാപവുമായിട്ട് പിന്നിലുള്ളതെന്ന്. ശരിക്കും ഗുജറാത്ത് കലാപം നടക്കുന്ന 2002, അതായത് ഗുജറാത്ത് കലാപം ശരിക്കും ഗോധ്ര സംഭവം നടക്കുന്നത് 2002 ഫെബ്രുവരി 27. ഈ സംഭവത്തിന് ശേഷം ഉണ്ടായ തിരിച്ചടി, അന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി അല്ല അമിത് ഷാ, ബി.ജെ.പിയുടെ നേതാവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രി ആ കാലഘട്ടത്തിൽ ഗോവർദ്ധൻ സദാഫിയ എന്നൊരു വ്യക്തിയാണ്. മലയാളത്തിൽ കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ പേര് ഒന്ന് മലയാളവൽക്കരിച്ചാൽ ഗോവർദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം. ഗുജറാത്തിയിൽ അത് ഗോവർദ്ധൻ എന്നേ പറയാറ്. അദ്ദേഹമായിരുന്നു ആഭ്യന്തരമന്ത്രി. അതിനു മുമ്പ്, അതായത് 2001 നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അതിനു മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നത് കേശുഭായ് പട്ടേലാണ്. കേശുഭായ് പട്ടേൽ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുന്നത് ഹാരൻ പാണ്ഡ്യ എന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതിനു മുമ്പോ, അതായത് കലാപം നടക്കുന്നതിന് മുമ്പോ ആ സമയത്തോ അമിത്ഷാ അല്ലായിരുന്നു അവിടുത്തെ ആഭ്യന്തരമന്ത്രി. പിന്നെ അമിത്ഷാ എപ്പോഴാണ് ആഭ്യന്തരമന്ത്രിയാകുന്നത്? കലാപത്തിന് ശേഷം നരേന്ദ്രമോദി രാജിവെക്കും. രാജിവെച്ചതിന് ശേഷം ആ വർഷം തന്നെ ഡിസംബറിൽ വീണ്ടും ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷനിൽ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ, ബി.ജെ.പി. സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ തിരികെ എത്തും. തിരികെ എത്തുമ്പോൾ ആണ് അമിത് ഷാ അവിടെ ആഭ്യന്തരമന്ത്രിയും അതുപോലെ മറ്റു പല വകുപ്പുകളും, പ്രധാനപ്പെട്ട വകുപ്പുകളും അന്ന് അദ്ദേഹത്തിന് കിട്ടി. പിന്നീട് അദ്ദേഹം വർഷങ്ങളോളം തുടർന്നു. അപ്പം ആദ്യം തന്നെ നമ്മൾക്ക് മനസ്സിലാവേണ്ടത്, ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അമിത് ഷാ അല്ലായിരുന്നു ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചിരുന്നത് ഗോവർദ്ധൻ സദാഫിയായിരുന്നു. പിന്നീട് അമിത്ഷായെ ഇതുമായിട്ട് അമിത്ഷായ്ക്കെതിരെ ഒരു കേസ് വന്നു. അപ്പൊ അത് മലയാളികളായിട്ടുള്ള നമ്മൾ പലരും ാണ് അദ്ദേഹത്തിനെതിരെ ചിന്തിക്കുന്നത്. അതായത് 2005 ആ സമയത്ത് സൊറാബുദ്ദീൻ ഷെയ്ഖ് എൻകൗണ്ടർ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അപ്പം അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ സൊറാബുദ്ദീൻ ഷെയ്ഖ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ധാരാളം ഗൾഫിലുമൊക്കെ പോയിട്ടുള്ള മലയാളികളുള്ള സ്ഥലത്ത് സൊറാബുദ്ദീൻ ഷെയ്ഖ് ഒരു വലിയ പണക്കാരനായ ഒരു ഷെയ്ഖിന്റെ ഒരു എന്തോ ഒരു പ്രതീകമായിരിക്കും, ചിത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷെ ഈ സൊറാബുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു അങ്ങനൊന്നുമല്ല, ഒരു കൊടും കുറ്റവാളിയായി. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം. അതിലേക്ക് ഞാൻ പിന്നെ കൂടുതൽ വരാം. ആദ്യം ഈ കേസിനെ കുറിച്ച് പറയാം. സൊറാബുദ്ദീൻ ഷെയ്ഖും അദ്ദേഹത്തിന്റെ ഭാര്യ കൗസർബിയും ഹൈദരാബാദിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് ഒരു ബസ്സിൽ വരുമ്പോൾ അവരെ ഗുജറാത്ത് സർക്കാരിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഒരു സ്റ്റേജ്ഡ് എൻകൗണ്ടർ, അതായത് ഒരു നാടകം പോലെ നടത്തി അയാളെ അഹമ്മദാബാദിൽ വെച്ച് കൊന്നു എന്നാണ്. ഈ കേസിലാണ് പിന്നീട് CBI അന്വേഷിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2004 തൊട്ട് കേന്ദ്രം ഭരിക്കുന്നത് UPA സർക്കാരായിരുന്നു. കാരണം ഗുജറാത്തില് ഈ 2002 കലാപത്തിനെതിരെ കേന്ദ്ര സർക്കാർ ഒരിക്കലും ബി.ജെ.പിയെ സഹായിക്കില്ലല്ലോ. അപ്പോ അമിത്ഷായ്ക്കെതിരെ കേസെടുത്തിരുന്നത് CBI ആണ്. അങ്ങനെ 2010 അദ്ദേഹത്തിന് എതിരെ കേസെടുക്കുന്നു. അദ്ദേഹത്തിനെ എനിക്ക് തോന്നുന്നു 3-4 മാസം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. പിന്നീട് അദ്ദേഹത്തിന് എതിരെ മറ്റൊരു വിധി വന്നു. അതായത് അദ്ദേഹം ഗുജറാത്തിൽ കയറാൻ പാടില്ല. കാരണം ഈ സൊറാബുദ്ദീൻ ഷെയ്ഖ് എൻകൗണ്ടർ കേസിൽ ഇദ്ദേഹം സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതിയിട്ട് ഇദ്ദേഹത്തിന് ഗുജറാത്തിൽ കയറാനുള്ള അനുമതി കോടതി നിഷേധിച്ചു. അതിലും ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാൻ കോടതിയെ ഒന്നും ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷേ
എങ്കിലും ഒരു കാര്യം, ഈ അമിത്ഷാക്ക് ബെയില് കിട്ടി. 3-4 മാസം അദ്ദേഹം പിന്നെ ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹത്തിന് ബെയില് കിട്ടുന്നു, അതായത് ജാമ്യം കിട്ടുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവധി ദിവസമായിട്ട് കൂടി കോടതി സിറ്റിംഗ് നടത്തിയിട്ട് ഇദ്ദേഹത്തെ ഗുജറാത്തിൽ കയറരുത് എന്ന് ഉള്ള ഒരു ഉത്തരവ് വരും. അങ്ങനെ 2 കൊല്ലത്തോളം അദ്ദേഹം ഡൽഹിയിൽ, അദ്ദേഹത്തിന്റെ ഭാര്യ ഗുജറാത്ത് ഹൗസിലെ ഒരു ഒറ്റ മുറിയിലാണ് താമസിച്ചിരുന്നത്. ഇങ്ങനെ അദ്ദേഹം ഗുജറാത്തിന് വെളിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പിന്നീട് ദേശീയ തലത്തിൽ ഈ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ അമിത്ഷാ ദേശീയ തലത്തിൽ നിന്ന് പ്രവർത്തിക്കുകയും 2014 ഇലക്ഷനിൽ നരേന്ദ്രമോദിക്ക് അധികാരത്തിലേക്ക് എത്താനുള്ള വാതിൽ തുറക്കുകയും ചെയ്ത അമിത്ഷായാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഗുജറാത്ത് കലാപവുമായിട്ട് അമിത്ഷായെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകളൊന്നും തന്നെ നമുക്ക് ഒരു കോടതിയും അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു കേസുമില്ല. അപ്പോ അദ്ദേഹത്തിനെതിരെ ചിലരൊക്കെ കോടതികളിൽ മൊഴി കൊടുത്തിരിക്കുന്ന ഒന്ന് സഞ്ജീവ് ഭട്ട്, IPS ഓഫീസർ സഞ്ജീവ് ഭട്ട്, അതല്ലെങ്കിൽ മലയാളി തിരുവനന്തപുരത്തുകാരനായിരുന്ന അവിടുത്തെ DGP റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്ന പിന്നെ RB ശ്രീകുമാർ, ഇങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കോടതിയിലും അദ്ദേഹത്തെ അത് സംബന്ധിച്ച ഒരു കേസിലും പെടുത്തിയിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല. എല്ലാ കേസുകളിൽ നിന്നും അദ്ദേഹം ഒഴിവായിട്ടുണ്ട്. അപ്പം ഇതിൽ ആരൊക്കെയായിരുന്നു ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിരുന്നത്? ഒന്ന് ഗോവർദ്ധൻ സദാഫിയ, പിന്നെ മായ കോട്നാനി എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അവര് ഈ സ്ത്രീകളുടെയും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പിലാണ്, അതായിരുന്നു അവരുടെ വകുപ്പ്. അവരെയും ഈ അടുത്ത കാലം, അതായത് നരോദ പാട്ടിയ മർഡർ കേസ് എന്ന് പറയുന്ന ഒരു കേസിലാണ് മായ കോട്നാനി അറസ്റ്റിലാവുന്നത്. അവരും ഈ 2023 പൂർണ്ണമായിട്ടും അവരെയും ബാബു ബജ്രംഗി എന്ന് പറയുന്ന ആളിനെയും കോടതി കുറ്റവിമുക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്കുള്ള ഇതിനകത്തുള്ള പറയാനുള്ള ഒരു കാര്യം, പലപ്പോഴും കോടതി എതിർ പരാമർശം നടത്തിയാൽ ഉടൻ തന്നെ അവരെ അത് വലിയ വാർത്തയും വിവാദവുമാകും. ഇനി കോടതി വെറുതെ വിട്ടാലോ, അതൊരിക്കലും ആരും പറയാറുമില്ല. ഇങ്ങനെയാണ് ഈ അമിത്ഷാ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത. അപ്പം ഏതെങ്കിലും സിനിമ ഇത്തരം ഒരു പരാമർശം നടത്തിയാൽ അതില് ഒരു വാസ്തവമില്ല. കാരണം വാസ്തവം എന്തടിസ്ഥാനത്തിലാണ്? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്? അമിത്ഷാ ഐക്കെതിരെ ഒരു കോടതിയും ഒരു വിധിയും നടത്തിയിട്ടില്ല. ഇതാണ് അതിൻ്റെ ഒരു വസ്തുത. പക്ഷേ അമിത്ഷായുടെ, എനിക്ക് തോന്നുന്നത്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അമിത്ഷായുടെ രാഷ്ട്രീയമായ ഒരു ചടുല നീക്കങ്ങള്, സൂക്ഷ്മ ബുദ്ധി, പ്രായോഗിക ബുദ്ധി, ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങളാണ് എതിരാളികൾ അദ്ദേഹത്തിനെതിരെ ചില നീക്കങ്ങൾ നടത്തിയതും അദ്ദേഹത്തിനെ ഒരു ഡീമൺ, ഒരു രാക്ഷസനായി ചിത്രീകരിച്ചതും ചെയ്തത്. പക്ഷേ അദ്ദേഹം ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം ഗുജറാത്തിൽ ശരിക്കു പറഞ്ഞാൽ അവിടെ ഉള്ള ഇന്ന് കേരളത്തിൽ സഹകരണ സംഘങ്ങൾ എങ്ങനെയാണ് CPM-ന്റെ കയ്യിലുള്ളത്, അതുപോലായിരുന്നു സഹകരണ സംഘങ്ങൾ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ളത്. ഇവിടെ അമിത്ഷായുടെ ഒരു ബുദ്ധിയാണ് ശരിക്കു പറഞ്ഞാൽ ഇവരെ എടുക്കാൻ പറ്റിയത്. കാരണം അമിത്ഷാ ഈ സൊസൈറ്റികളിലൊക്കെ 1-ാം സ്ഥാനത്തുള്ള ഏറ്റവും പോപ്പുലറായ ആൾ കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു. പക്ഷെ 2-ാം സ്ഥാനത്തുള്ള ആൾ കോൺഗ്രസിനെ എതിർക്കുന്നവരായിരുന്നു. അവരെ ഈ രണ്ടാമന്മാരെ മുഴുവൻ BJP-യിലേക്ക് ആകർഷിച്ച് അവരെ കൊണ്ട് അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ BJP-യിൽ ചേർത്ത് അവരെ കൊണ്ട് അദ്ദേഹം ഈ സൊസൈറ്റികൾ പിടിച്ചെടുത്ത്, അങ്ങനെ വളരെ രാഷ്ട്രീയ കൗശലങ്ങൾ, തൻ്റെ സൂക്ഷ്മ ബുദ്ധിയും പ്രായോഗിക ബുദ്ധിയും പരിചയവും ഉപയോഗിച്ച് അദ്ദേഹം ഗുജറാത്തിൽ BJP-യെ ഒരു വലിയ ശക്തിയാക്കി മാറ്റി. ഒരുപക്ഷെ ഇതായിരിക്കാം എതിരാളികൾ അദ്ദേഹത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം. എന്തായാലും ഈ ഒരു ആരോപണം അദ്ദേഹം അവിടുത്തെ ഒരു കലാപത്തിന് പിന്നിലുണ്ടെന്നുള്ളത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ട തെളിവുകളൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. വെറുതെ അദ്ദേഹത്തിനെ ഒരാളെ ആരോപണം ഉന്നയിക്കുക മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.